ക്ലബിനെ കൂട്ടിയിരുത്തി രണ്ട് ക്ലബ്ബുകാരെ കൂട്ടിയിരുത്തി രണ്ട് ഭാഗത്തുള്ള ആളുകളെ ഇട്ടുകൊണ്ട് സംസാരിച്ച് ധാരാളം. അപ്പോൾ അതിന്റെ രണ്ട് ഭാരവാഹികളെ നമ്മൾ ചെയർപേഴ്സൺ വിളിച്ചു കൂട്ടി നമുക്ക് ഡിസംബർ ആകുമ്പോൾ സമയമുണ്ടല്ലോ, ആ സമയത്തിന് മുമ്പായിട്ട് നമുക്ക് തീർപ്പുണ്ടാക്കി എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നു. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് വീണ്ടും വിവാദത്തിലേക്ക്. നെഹ്റു സ്റ്റേഡിയത്തിൽ ഇത്തവണ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നടത്താൻ അനുമതി ആർക്ക് നൽകണമെന്ന വിഷയത്തിൽ കൗൺസിൽ യോഗത്തിൽ ചർച്ച. കാദ്രാൻ മുഹമ്മദ് അലി മെമ്മോറിയൽ ക്ലബ്ബും പ്രീമിയർ ക്ലബ്ബും അപേക്ഷ നൽകിയതോടെയാണ് വിഷയം കൗൺസിലിലെത്തിയത്. ഇരു ക്ലബ്ബുകളുമായും ചർച്ച നടത്തി തീരുമാനമെടുക്കുമെന്ന് നഗരസഭ വൈസ് ചെയർപേഴ്സൺ MP ഫസൽ മുഹമ്മദ് അറിയിച്ചു. പെരിന്തൽമണ്ണ നഗരസഭാ കൗൺസിലിന്റെ കഴിഞ്ഞ യോഗത്തിലെ 41ാം അജണ്ടയായാണ് നെഹ്റു സ്റ്റേഡിയത്തിൽ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നടത്താനുള്ള അനുമതി സംബന്ധിച്ച വിഷയം പരിഗണിച്ചത്. കാദ്രാൻ മുഹമ്മദ് അലി മെമ്മോറിയൽ ക്ലബ്ബും പ്രീമിയർ ക്ലബ്ബും ടൂർണമെന്റ് നടത്താൻ അപേക്ഷ സമർപ്പിച്ചിരുന്നു. 3 തവണയായി കാദ്രാൻ മുഹമ്മദ് അലി മെമ്മോറിയൽ ക്ലബ്ബിനും 2 തവണ പ്രീമിയർ ക്ലബ്ബിനുമാണ് അനുമതി ലഭിച്ചിരുന്നത്. ഇതോടെ ഇത്തവണയും ഏത് ക്ലബ്ബിന് അനുമതി നൽകണമെന്ന കാര്യത്തിൽ കൗൺസിലിൽ ചർച്ച സജീവമായി. ചർച്ചയ്ക്കിടെ പ്രതിപക്ഷ കൗൺസിലർ നെച്ചിയിൽ മൻസൂർ ഇത്തവണ പ്രീമിയർ ക്ലബിന് അനുമതി നൽകണമെന്ന നിലപാട് അവതരിപ്പിച്ചു. ഇതിൽ വേണ്ടത് ക്ലബിനെ കൂട്ടിയിരുത്തി രണ്ട് ക്ലബ്ബുകാരെ കൂട്ടിയിരുത്തി രണ്ട് ഭാഗത്തുള്ള ആളുകളെ ഇട്ടുകൊണ്ട് സംസാരിച്ച് ധാരാളം. ഒന്നും കൂടി പറഞ്ഞാല് കഴിഞ്ഞ 3 തവണ വേറെ ഏതോ ഒരു ക്ലബിന്റെ പേരില് ഒരു വട്ടം നടത്തിയവിടെ ഒരു ക്ലബിന്റെ പേരിൽ 3-2 നടന്നു പോയിട്ടില്ലേ. കഴിഞ്ഞ തവണ 5 3 തവണ കാതലി 2 തവണ പ്രീമിയറോ നടത്തിയിട്ടില്ലേ. അപ്പൊ 3ാം തവണ പ്രീമിയർ കൊടുക്കണമെന്നാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഇരിക്കുന്ന 16 ആണ് പ്രീമിയർ കൊടുക്കണമെന്നാണ്. നമ്മൾ ഇവിടെ ഒരുപാട് ആൾ ജനിക്കുന്നതിൻ്റെ മുമ്പേ ഈ ഒരേ ഒരു ക്ലബ്ബ് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ക്ലബ്ബാണ് കാതലി. ഈ ക്ലബ്ബ് ചെയ്യുന്ന കാര്യങ്ങൾ ഇന്ന് 52 ഡയാലിസിസ് രോഗികൾക്ക് എല്ലാ മാസം 1000 രൂപ എല്ലാ മാസം പോലെ അക്കൗണ്ടിൽ കയറുന്നുണ്ട്. ഓരോ മാസം ഞാൻ ആ കമ്മിറ്റി മെമ്പറാണ്. എല്ലാ 5-ാം തീയതി കമ്മിറ്റി ഉണ്ട്. ക്യാൻസർ രോഗികൾക്ക്, കിഡ്നി രോഗികൾക്ക്, പാവപ്പെട്ട എല്ലാ രോഗികൾക്കും ചികിത്സക്കാരന് ഓരോ മാസം ഫണ്ട് കൊടുക്കുന്നുണ്ട്. ഈ വേറെ ഇപ്പോൾ 2 കൊല്ലമായിട്ട് പല ക്ലബ്ബുകൾ, ഇതിൻ്റെ മുമ്പ് പ്രസിഡൻസി ക്ലബ്ബ് വന്നിരുന്നു. ഇതിനെതിരായിട്ട് പ്രസിഡൻസി മാഷുണ്ടായിരുന്നല്ലോ, അവർ കളി നടത്തിയിരുന്നു. എത്ര കാലം മുന്നോട്ട് പോയി. ഇപ്പോൾ 2 കൊല്ലമായിട്ട് പുതിയൊരു ക്ലബ്ബ് വന്നിട്ടുണ്ട്. ഇവരിപ്പോൾ ഈ 2-3 കളി നടത്തി ₹1 പാവപ്പെട്ടവർക്ക് ഒരു രോഗിക്ക് കൊടുത്ത് ഇവർ പറയട്ടെ. ഒരു കളി നടത്തി കാതലി ക്ലബിനെ പറ്റി അറിയാത്തവളോ ഒരു രാഷ്ട്രീയമല്ല. അവിടെ ഇടോമന സലീമാക്ക സഖാവാണ്. കോൺഗ്രസിൻ്റെ ആൾക്കാരുണ്ട്, ലീഗിൻ്റെ ആൾക്കാരുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് നടത്തുന്ന ക്ലബ്ബാണ്. അതിന് ₹100 ഇട്ടാൽ അതിന് ₹90 കൊടുക്കണ ഈ നാട്ടിലെ പാവങ്ങൾക്ക്. അത് ഈ ഇരിക്കുന്ന എല്ലാ കൗൺസിലർമാർക്കും അറിയണ കാര്യം. നിങ്ങൾ ഏത് രോഗികൾക്ക് അപേക്ഷ കൊടുത്തോളൂ, ഇതിലാരും ആ ഫണ്ട് അവിടെ പാസ്സാവും. അപ്പോൾ അത് ആര് നടത്തുന്നത് അത് നിങ്ങൾ ശരിക്കും ബുദ്ധിപരമായിട്ട് ചിന്തിക്കുക എല്ലാവരും. പിന്നെ സ്പോർട്സിൽ രാഷ്ട്രം കലർത്തത്. ഇതോടെ വിഷയം കൂടുതൽ വിശദമായി കൗൺസിലിൽ ചർച്ച ചെയ്തു. എന്നാൽ ഒരു ക്ലബിനെ പിന്തുണച്ച് മറ്റൊരു ക്ലബിനെ മാറ്റി നിർത്തുന്ന സമീപനമല്ല നഗരസഭയുടേതെന്ന് നഗരസഭ വൈസ് ചെയർപേഴ്സൺ MP ഫസൽ മുഹമ്മദ് വ്യക്തമാക്കി. ഇരു ക്ലബ്ബുകളെയും വിളിച്ചിരുത്തി ചർച്ച നടത്തി ഡിസംബറിന് മുന്നായി എല്ലാവർക്കും സ്വീകാര്യമായ രീതിയിൽ പരിഹാരത്തിലെത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. കായിക രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ക്ലബ്ബുകളെയും ഒരുപോലെ പ്രോത്സാഹിപ്പിക്കുകയാണ് നഗരസഭയുടെ നയമെന്നും ഈ വിഷയത്തെ വലിയ തർക്കമായി കാണേണ്ട സാഹചര്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അപ്പോൾ 2 അപേക്ഷകൾ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് നേരെ കൗൺസിലേക്ക് വന്നിട്ടുണ്ട്. ആ കൗൺസിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അത് 2 കൂട്ടർ ഒപ്പം നടത്താൻ കഴിയില്ല. അപ്പോൾ അതിന്റെ 2 ഭാരവാഹികളെ നമ്മൾ ചെയർപേഴ്സൺ വിളിച്ചു കൂട്ടി നമുക്ക് ഡിസംബർ ആകുമ്പോൾ സമയമുണ്ടല്ലോ, ആ സമയത്തിന് മുമ്പായിട്ട് നമുക്ക് തീർപ്പുണ്ടാക്കി എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നു. നമ്മളെ സംബന്ധിച്ച് സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ നയം. അല്ലാണ്ട് ഒരാളെ ചവിട്ടി താഴ്ത്തി ഒരാളെ കെട്ടി ആ ഒരു നയം നമുക്കില്ല. അതിൽ രാഷ്ട്രീയമല്ല. അതങ്ങനെ 2 ക്ലബ്ബ് ഉണ്ടാകുമ്പോൾ ക്ലബിനെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും ഒരു ഡിമാൻഡ് വരും. അതിന് നമ്മൾ ക്രമീകരണം വരുത്തും. അതാണ് നമ്മൾ ഈ ക്രമീകരണങ്ങളെ വരുത്താനാണല്ലോ നമ്മൾ ഈ സംവിധാനമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ കൂടിയിരുന്ന് ആലോചിച്ച് ഒരു ക്രമീകരണം ഉണ്ടാക്കുക. അതൊരു വലിയൊരു ബുദ്ധിമുട്ടുള്ള പ്രശ്നമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതില്ല. നമ്മൾ അങ്ങനെ പോയിക്കൊണ്ട്
ഇരു ക്ലബ്ബുകളുമായും ചർച്ച നടത്തി എല്ലാവർക്കും അംഗീകരിക്കാവുന്ന രീതിയിൽ തീരുമാനമെടുക്കുമെന്നാണ് നഗരസഭയുടെ നിലപാട്. ഡിസംബറിൽ നടക്കുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് മുൻപായി അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. ചാനൽ 10 പെരിന്തൽമണ്ണ. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പൊന്നോണം വരവായി. ഓണാഘോഷങ്ങളെ വരവേൽക്കാൻ സ്കൈ ഗോൾഡും ഒരുങ്ങി. സ്കൈ ഗോൾഡിൽ കോയിൻ ഓണം ഓഫർ. അരപ്പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് നേടാം ഫ്രീ ഗോൾഡ് കോയിൻ. 50,000 രൂപയ്ക്ക് മുകളിലുള്ള ഡയമണ്ട് പർച്ചേസുകൾക്കും സ്വന്തമാക്കാം ഫ്രീ ഗോൾഡ് കോയിൻ. കൂടാതെ ഓരോ പർച്ചേസിനും ലഭിക്കുന്ന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ഐഫോൺ നേടുവാനുള്ള സുവർണാവസരവും. ഈ ഓണം സമൃദ്ധിയുടേതാക്കൂ സ്കൈ ഗോൾഡിനൊപ്പം. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. പെരിന്തൽമണ്ണ, നിലമ്പൂർ ആൻഡ് പൊന്നാനി. ഏവർക്കും സ്കൈ ഗോൾഡിന്റെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ.